ഹലോ, നമ്മുടെ മലയാളത്തിന്റെ മികച്ച നടൻ അല്ലെങ്കിൽ നല്ലൊരു നടൻ ലാൽ അഭിനയിച്ച നമ്മുടെ മോഹൻലാൽ അല്ല, സിദ്ദിഖ് ലാൽ എന്ന ഡയറക്ടർമാർക്കിടയിലെ ലാൽ അഭിനയിച്ച ഒരു വെബ് സീരീസ് കണ്ടു. വളരെ നന്നായിട്ടുണ്ട്. പുള്ളിക്കാരന് ഈ അടുത്ത കാലത്തായിട്ടൊന്നും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമകളിലൊന്നും കാണാറില്ല. പക്ഷെ അദ്ദേഹം വളരെ തിരക്കിട്ട നടനായിട്ട് തമിഴിൽ മാറിയിട്ടുണ്ട്. തമിഴിലെ ഹിറ്റ് സംവിധായകരുടെ എല്ലാം സിനിമയിൽ അദ്ദേഹത്തിന് മികച്ച ഒരു വേഷം ഉണ്ട് എന്ന് തന്നെ പറയാം. മാരി സെൽവരാജിന്റെ പടങ്ങളിലൊക്കെ അദ്ദേഹം കൃത്യമായിട്ടും നല്ല റോളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് പടങ്ങളിൽ അദ്ദേഹം ഉണ്ട്. അപ്പോൾ തമിഴിൽ നോക്കേണ്ട അങ്ങനത്തെ ഒരു അഭിനേതാവായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അഭിനയിച്ച ഒരു വെബ് സീരീസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വരുന്നത്. അപ്പോൾ വെബ് സീരീസിന്റെ പേര് സുഴൽ 2 ദ വോർട്ടെക്സ്. ബ്രഹ്മാജി, അനുചരൻ മുരുകയ്യ തുടങ്ങിയവരുടെ സംവിധാനത്തിലാണ് ഈ വെബ് സീരീസ് പുറത്തിറങ്ങിയിട്ടുള്ളത്. വെബ് സീരീസിന്റെ പ്രധാന ആകർഷണം തന്നെ പുഷ്കർ ഗായത്രി എന്നിവരുടെ എഴുത്താണ്. അവരെ കുറിച്ച് പറയേണ്ട, വിക്രം വേദ എഴുതിയത് അവരാണ്. ഇതിന്റെ ഫസ്റ്റ് പാർട്ടും എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് കാണാതെ ഈ സിനിമ കാണണ്ട എന്നാണ് എനിക്ക് പറയേണ്ടത്. കാരണം ഇതിന്റെ ഫസ്റ്റ് ഭാഗം തന്നെ കണ്ടാൽ മാത്രമേ സെക്കൻഡ് ഭാഗത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കഥ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും, അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ പെരുമാറ്റം ഒക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അബ്രഹാം ജോസഫിന്റെ ആണ് സിനിമാറ്റോഗ്രാഫി എടുത്തു പറയേണ്ട ഒരു ഘടകം തന്നെയാണ് ഈ സീരീസ്. ഉത്സവമായിട്ട് ബന്ധപ്പെട്ടു ഒന്നല്ല, ഇതിൽ ഒരു ഉത്സവമാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നടക്കുന്ന ഉത്സവമാണ്. അത് കുറെ ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങളാണ്. അപ്പം ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം ഇതിനിടയിൽ കൂടി കാണിച്ചു പോകുന്നുണ്ട്. അല്ലാത്ത രീതിയിൽ തന്നെ ഒരുപാട് സിനിമാറ്റോഗ്രാഫിക്ക് വളരെ പ്രാധാന്യമുള്ള രീതിയിലാണ് ഇതിലെ ഓരോ ഷോട്ടുകളും, അല്ലെങ്കിൽ ഈ കഥ തന്നെ പറഞ്ഞു പോകുന്നത് എന്ന് പറയാം. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒന്നാണ് സാം സിയസിന്റെ മ്യൂസിക്കും അതുപോലെ തന്നെ നമ്മളെ പിടിച്ചിരുത്തുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പാകത്തിന്. കാരണം ഓരോ സമയത്തും കാരണം ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും നമ്മളിങ്ങനെ ഉദ്വേഗജനകമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും, അടുത്ത എപ്പിസോഡിൽ എന്തായിരിക്കും, എവിടെയായിരിക്കും എന്നുള്ളത്. അത് ഇതിന്റെ ഫസ്റ്റ് പാർട്ടിലായാലും സെക്കൻഡ് പാർട്ടിലായാലും എല്ലാത്തിനും ഒരുപോലെ തന്നെയാണ്. നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്ന രീതിയിലുള്ള മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെയാണ് ഈ വെബ് സീരീസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ആദ്യം തന്നെ പറയാൻ പറ്റുന്ന ഒരു സാധനം, ഇത് ആമസോൺ പ്രൈമിലാണ് ഇപ്പോ അവൈലബിൾ ആയിട്ടുള്ളത്. കതിർ, ഐശ്വര്യ രാജേഷ്, ലാൽ തുടങ്ങിയവരാണ് ലീഡിങ് വേഷത്തിൽ. അവർ മാത്രമൊന്നല്ല, ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഒരു 7 പെമ്പിളറുണ്ട്. എല്ലാവരും അഭിനയം എന്ന് പറഞ്ഞാൽ ഒന്നിനൊന്ന് മികച്ചതാണ്. ആരും കുറഞ്ഞു നിൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഫസ്റ്റത്തെ 2-3 എപ്പിസോഡിൽ മാത്രമായിട്ട് നിൽക്കുന്ന കുറച്ച് കഥാപാത്രങ്ങളുണ്ട്, എന്നാൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തവരുണ്ട്. പക്ഷെ എല്ലാവരും മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ തന്നെയാണ് സിനിമ മുഴുവനായിട്ട് പോയിട്ടുള്ളത്. ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. സിനിമയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഇതാണെങ്കിൽ അതുപോലെ തന്നെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നം തന്നെയാണ് ഇതിലും പറയുന്നത്. പക്ഷെ ഇതില് ഉള്ളടക്കം കുറച്ചും കൂടി ഇതായി പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു വക്കീലിന്റെ മരണവും അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കേസന്വേഷണവും അത് ആരെയൊക്കെ വിരൽ ചൂണ്ടുന്നു എന്നുള്ളതും, അവരെങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഒക്കെ ഈ ഒരു വെബ് സീരീസിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ഐശ്വര്യ രാജേഷ് ഇതിൽ മൊത്തത്തിൽ ജയിലിലാണ്. അപ്പം അവരെങ്ങനെ അവിടെ എത്തി എന്നുള്ളത് നല്ല രീതിയിൽ അറിയണമെന്നുണ്ടെങ്കിൽ, ഇതിൽ കുറച്ചായിട്ട് പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ കൂടിയും അത് മൊത്തമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ സുഴൽ ഒന്ന് കണ്ടിരിക്കണം. അല്ലാതിരുന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു 6ാമത്തെ എപ്പിസോഡാണ്. പക്ഷെ ആ 6ാമത്തെ എപ്പിസോഡിലേക്ക് എത്തുന്നത് 1 മുതൽ 5 വരെയിൽ ഇത് കണ്ടാൽ മാത്രമേ നമുക്ക് 6ാമത്തെ എപ്പിസോഡ് അത്രയും പിടിച്ചിരുത്തൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കിതിൽ പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് കാണിക്കുന്ന ഓരോ കഥാപാത്രത്തിനെയും, അല്ലെങ്കിൽ പോലീസുകാരും പുറകെ പോകുമ്പോൾ ഓരോ കഥാപാത്രത്തിനെയും ചിലപ്പോൾ നമുക്ക് വില്ലനായിട്ടൊക്കെ തോന്നിക്കാറുണ്ട്. അതെനിക്ക് വളരെ അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഇത് ആരിലേക്കായിരിക്കും എന്ന് നമ്മൾ തന്നെ ഇങ്ങനെ അസ്യൂം ചെയ്ത് പോകുമ്പോഴും നമ്മൾ വിചാരിക്കാത്ത ഒരാളെ വില്ലനായിട്ട് കാണുമ്പോൾ നമുക്കത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടും വളരെ
അടിപൊളിയായിട്ടും തോന്നും. നമ്മൾ അവിടെ വിചാരിക്കുന്നുണ്ടാവില്ല ഇങ്ങനെ ഒരാൾ അവിടെ ഇവരായിരിക്കും അതില് മെയിൻ വില്ലൻ എന്നുള്ള ഒരു സാധനം നമുക്ക് വിചാരിക്കാനേ പറ്റുന്നുണ്ടാവില്ല. ആ ഒരു രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പൊതുവെ ഇപ്പോഴത്തെ പഴയ സിനിമകളിൽ അല്ലെങ്കിൽ പഴയ കഥകളിലൊക്കെ പറയുന്നത് പറഞ്ഞാല് ഒരു പുരുഷ മേൽക്കോയ്മ ഉണ്ടാവാറുണ്ട്. ഇപ്പോഴത്തെ സിനിമകളിൽ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ സ്ത്രീപക്ഷത്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലേക്കും സിനിമകൾ പോവാറുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല കഥക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് കഥാപാത്രങ്ങളെ കൊണ്ടുപോകുന്ന ഒരു രീതിയിൽ ഇതിലെ വില്ലന്മാര്, ഗ്യാങ്, ഇതൊക്കെ ആ ഒരു ഇതിലേക്ക് എഴുതിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ ഇത് ഉറപ്പായും മസ്റ്റ് വാച്ച് ആയിട്ട് എനിക്ക് പറയാൻ തോന്നും. കാരണം ആ ഒരു രീതി നമുക്ക് ഇതിങ്ങനെ ഇരുന്ന് ഒറ്റയിരുപ്പിനെ കണ്ടു തീർക്കാൻ തോന്നുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ അനുഭവപ്പെട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ.